ഇതൊരു യാത്രയല്ല. സത്യം പറയുവാണെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ തേടിയിട്ടുള്ള ഒരു ഒരു യാത്ര തന്നെയാണ്. പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു ഒരു വാരണാസി പോകണം എന്ന്. കാരണം വാരണാസി ചൂസ് ചെയ്യാനുള്ള കാര്യം പെട്ടെന്ന് ഒരു എന്താ പറയുക, ഒന്ന് മാറി തിങ്ക് ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ തന്നെ 2 ദിവസം കൊണ്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ രാവിലെ വർക്കലയിൽ നിന്ന് ട്രെയിൻ കയറി നേരെ എറണാകുളത്ത് വന്നു. എറണാകുളത്ത് നിന്ന് ഞാൻ നേരെ മെട്രോയിൽ കയറി ആലുവയിൽ പോയി. ആലുവയിൽ നിന്ന് പിന്നെ ബസ്സെടുത്ത്, ഫ്ലൈറ്റിൻ്റെ ബസ്സുണ്ടായിരുന്നു, ആ ബസ്സെടുത്തിട്ട് ഞാൻ നേരെ എയർപോർട്ടിലോട്ട് പോയി. എയർപോർട്ടിൽ എത്തുന്നതിന് മുമ്പായിട്ട് രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സത്യം പറയുവാണെങ്കിൽ ആലുവയിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതിയായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയത്, അപ്പോൾ സമയമുണ്ടായിരുന്നു. അതനുസരിച്ച് അവിടെ വന്ന് പോയിട്ട് മസാല ദോശ എല്ലാം കഴിച്ചു. പയ്യെ ബോർഡിംഗ് പാസ്സും എടുത്തിട്ട് അവിടെ വെയിറ്റിംഗ് പീരീഡ് നല്ല രീതിക്ക് തന്നെ 4 മണിക്കൂർ മുമ്പ് എന്തോ ഞാൻ വന്നു. അങ്ങനെ ഈ സാധനം ആമസോൺ ബിഗ് ബില്യൺ ഡേയ്സിൽ എടുത്തത് ഭയങ്കര യൂസായി. അവിടെ 2 പേര് ഇരുന്നതിൽ ഒരാൾ മെർച്ചൻ്റ് നേവി അതിൽ നിന്ന ഒരു ഫ്രണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത്, അദ്ദേഹം ബോംബെയിലായിരുന്നു. ഞാൻ നേരെ കുറച്ച് നേരം നിന്നിട്ട് വിൻഡോ സീറ്റ് തന്നെ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇരുന്ന് പുറത്തെ കാഴ്ചകൾ കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നിട്ട് ഞാൻ നേരെ യാത്രയായി. സോ ഈ യാത്രയുടെ ഉദ്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റീഫ്രഷിങ് ആൻഡ് കുറച്ച് അനുഭവങ്ങൾ തേടിയുള്ള യാത്രയായിരുന്നു. അല്ലാതെ ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇതായിരുന്നില്ല. ഫോണൊന്നും കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചാണ്. അപ്പോഴാണ് ഒരുപാട് ക്ലയൻറ്റുകളൊക്കെ, ലാസ്റ്റ് വന്ന ക്ലയൻറ്റ്സുകൾ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഫോൺ രണ്ടും കയ്യിലെടുത്തു. അല്ലെങ്കിൽ വിഷ്വൽസ് ഒന്നും എടുക്കേണ്ട, ഒറ്റയ്ക്കൊരു യാത്ര. അങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ നല്ലോണം പെട്ടുപോകാൻ കേട്ടോ. ഫ്ലൈറ്റിലായതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഞാൻ പെട്ടുപോയേനെ. കാര്യം തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന സമയത്ത് ബോർഡിംഗ് പാസ് ആയിക്കോട്ടെ, അതിൽ ഡിജി യാത്ര ആയിക്കോട്ടെ, അതെല്ലാം തന്നെ അത്യാവശ്യം എനിക്ക് ഫോണുള്ളതുകൊണ്ട് ഭയങ്കര ഇത് യൂസായി. പക്ഷേ ഞാൻ അവിടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് രാത്രി ഒന്നാണ് എടുത്തത്. ഫസ്റ്റ് ഡേയും ലാസ്റ്റ് ഡേയും മാത്രമേ എടുത്തുള്ളൂ. അവിടെ എത്തിയ സമയത്ത് 2 ഹിന്ദിക്കാരെ പരിചയപ്പെട്ടു. എനിക്ക് ഹിന്ദി ഒരു വക അറിയത്തില്ലായിരുന്നു. ഞാൻ പിന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തും മലയാളത്തിലൊക്കെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് എടുത്ത് എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു. നേരെ ഹൈദരാബാദ് പോയി. ഹൈദരാബാദിൽ നിന്നാണ് പിന്നെ വാരണാസി പോയത്. കാരണം കണക്റ്റഡ് ഫ്ലൈറ്റേ കിട്ടിയുള്ളൂ. അങ്ങനെ നേരെ അവിടെ നിന്നും എനിക്ക് ഞാൻ എല്ലാത്തിലും വിൻഡോ സീറ്റാണ് ബുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് അപ്പുറത്തിരുന്ന് എനിക്ക് തല ഇങ്ങനെ ചാഴ്ച കിടന്ന് ഉറങ്ങണം. അപ്പോൾ അതുകൊണ്ട് വിൻഡോ സീറ്റ് എടുത്തു. നൈറ്റായിരുന്നു യാത്ര. സത്യം പറയുവാണെങ്കിൽ നൈറ്റ് എടുക്കണ്ടായിരുന്നു. കാരണം നൈറ്റ് എന്ന് പറഞ്ഞാൽ രാത്രി 10 മണിക്കോ 11 മണിക്കുമാണ് ഞാൻ അങ്ങ് എത്തിയത്. രാത്രി ആയതുകൊണ്ട് അവിടെ നിന്ന് തന്നെ ഫുഡും, ഞാൻ ഇൻഡിഗോയിലായിരുന്നു പോയത്. അപ്പോഴത്തേക്ക് അതിൽ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തു. എന്നിട്ട് നേരെ വാരണാസി എത്തിയിട്ട് 11 മണി എന്തോ ആയി. എത്തിയിട്ട് കുറച്ച് നേരം അത് നല്ലൊരു എയർപോർട്ടും കാര്യങ്ങളും നല്ലൊരു ഇതൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ ഫ്രണ്ടിനെ നോക്കിയിരുന്നു. ആൾ ഒട്ടുക്കത്തെ ഹിന്ദിയാണ്, പക്ഷേ കോട്ടയത്ത് ബിസിനസ് ചെയ്യാണ് സ്പൈസസിൻ്റെ. അപ്പം ആൾ ഉള്ളത് എനിക്ക് ഭയങ്കര എനിക്ക് എന്താ പറയുക, സഹായമായി. അങ്ങനെ ആൾ ബാർഗെയിൻ ചെയ്തിട്ട് 800 രൂപ പറഞ്ഞിരുന്ന ആ ഒരു കാറ് നമ്മൾ വെറും 400 രൂപയ്ക്ക് എടുത്തു. എന്നിട്ട് ആൾ തന്നെ ഫുഡ് കഴിക്കാൻ കൊണ്ടുവന്നു. ഫുഡൊക്കെ ഞാൻ സത്യം പറയുവാണെങ്കിൽ ഉച്ചയൊട്ടൊന്നും കഴിക്കാതിരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. എനിക്ക് ഫുഡൊക്കെ നല്ല രീതിക്ക് തന്നെ നല്ലൊരു ഫുഡ് കണക്ക് തന്നെ ഫീൽ ചെയ്തു. കാര്യം മറ്റേ പനീറും അതേ കണക്ക് തന്നെ ചപ്പാത്തി കണക്കുള്ള സാധനമൊക്കെ. അങ്ങനെ ഞാനും അദ്ദേഹമായിട്ട് ആദ്യം റൂം എടുത്തു. എന്നിട്ട് അദ്ദേഹം രാവിലെ പട്ടന അങ്ങനെ ഒരു സ്ഥലം അവിടെ പോയി. ഞാൻ പിന്നെ ഒറ്റയ്ക്കായി. ഞാൻ പിന്നെ നടന്ന് പോണത് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ. ഞാൻ നല്ല ഉറക്കം തോന്നുന്നു. പിന്നെ ഉച്ചയ്ക്ക് എഴുന്നേറ്റത് അവിടെ നിന്ന് ഫുഡ് ആദ്യം കഴിച്ചപ്പോൾ ജസ്റ്റ് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിലും പിന്നെ നല്ല ഫുള്ളും കഴിച്ച് തീർത്തു. പിന്നെ ഒരു ഓട്ടോ എടുത്തിട്ട് നേരെ അങ്ങ് വാരണാസി വെച്ച് പിടിച്ചു. അതായത് ആ ഓട്ടോയിൽ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ എന്താ പറയുക, ആ പുറത്തൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഒരു UP-യിൽ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ്. അത് ഇത്രയും ഡിസ്റ്റൻസിലും ഫസ്റ്റ് ടൈമാണ്. UP യാത്ര ഞാൻ ഈ സൗത്തിൽ ബാംഗ്ലൂരും അത് കണക്ക് തന്നെ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും അല്ലാതെ UP-യിൽ നമ്മൾ അങ്ങനെയൊന്നും പോണില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടുത്തെ എക്സ്പീരിയൻസ്. പേടിയായിരുന്നു. കാരണം ഫോണെല്ലാം അടിച്ചുകൊണ്ട് പോകും. കാരണം ഐഫോൺ അപ്പുറത്തുണ്ട്, ഇപ്പുറത്ത് S23 ഉണ്ട്, അപ്പുറത്ത് പേഴ്സുണ്ട്, ഇപ്പുറത്ത് എയർപോർട്ടുണ്ട്. എയർപോർട്ട് ഭയങ്കര യൂസായി. കാരണം ബിഗ് ബില്യൺ ഡേയ്സിൽ ഞാൻ എയർപോർട്ട് പ്രോ മേടിച്ചത് വലിയ ഉപയോഗമായെന്ന് പറയാനുള്ള കാര്യം, ഞാനിത് ചെവിയിലും വെച്ച് ശിവൻ്റെ മറ്റേ അഹം ബ്രഹ്മ എന്നുള്ള പാട്ടുണ്ടല്ലോ, ഞാൻ ബ്രഹ്മ എന്നുള്ളത്, ഓം ശിവോഹം, ആ പാട്ടും കേട്ടുകൊണ്ട് ഒരു നടപ്പായിരുന്നു. ഈ 2 ഫോണുള്ളതുകൊണ്ട് അതിൽ ഇങ്ങനെ നോക്കി അങ്ങ് നടക്കും. എന്നിട്ട് അവിടെ ഫുള്ളും പോയി എക്സ്പ്ലോർ ചെയ്യുക എന്ന് ഉദ്ദേശിച്ചത് ജസ്റ്റ് വിഷ്വൽസ് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഞാൻ ഒരുപാട് വിഷ്വൽസ് എടുത്തിട്ടുമില്ല. കാരണം വിഷ്വൽ എടുക്കാൻ വേണ്ടി മാത്രം സത്യം പറഞ്ഞാൽ അവിടെ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. കുറച്ച് ഫോട്ടോസ് അത് കണക്ക് തന്നെ എന്തോ ഒരു വൃത്തിഹീനമെന്ന് പറയാൻ പറ്റില്ല. വൃത്തി
എന്താ വൃത്തിഹീനം? നല്ലതും ചീത്തയും എല്ലാം ഉണ്ടാക്കിയ മനുഷ്യരാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സോ ഒരുപാട് മനുഷ്യർ, ഒരുപാട് പേര് ഏതൊക്കെ ലോകത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നു. ഇടയ്ക്കിടെ ഈ മലയാളികളുടെ വോയിസും കാര്യങ്ങളും കേട്ടു. പിന്നെ അങ്ങോട്ട് പോയി ഞാൻ സംസാരിച്ചില്ല. ഞാൻ ആ സമയത്തൊക്കെ സൈലൻ്റായിട്ട് തന്നെ ഇരുന്നു. കാരണം മലയാളികൾ ഇവിടെ ഫുള്ളും ഇല്ലേ, പിന്നെ എന്തിനാ അവിടെ പോയി പരിചയം പുതുക്കുന്നത്. പിന്നെ ഞാൻ പോയിട്ട് കോഫി കുടിച്ചു, അത് കഴിഞ്ഞിട്ട് ബിസ്ക്കറ്റ് കഴിച്ചു. പിന്നെ അത്യാവശ്യം നല്ല വിശപ്പുള്ളതുകൊണ്ട് നൂഡിൽസും കഴിച്ചു. വിശ്വസിച്ച് വേറെ ഒന്നും കഴിക്കാൻ എനിക്ക് തൽക്കാലം തോന്നിയില്ല. നൂഡിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ ഇവിടുത്തെ കണക്ക് നൂഡിൽസ് തന്നെ, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ അവിടെ നൈറ്റ് വരെ അവിടെ തന്നെ നിന്നു. നൈറ്റ് വരെ അവിടെ നിൽക്കാനുള്ള കാര്യം മറ്റേ ഗംഗാർത്തി ഉണ്ടല്ലോ, അത് കാണാനായിട്ടാണ് നിന്നത്. കുറേ നേരത്തെ ഞാൻ വിചാരിച്ചു ഇവിടെ ആയിരിക്കും ഗംഗാർത്തി വരുന്നതെന്ന്. അതവിടെയല്ല വന്നത്. അത് പിന്നെ ഞാനൊരു വള്ളത്തിൻ്റെ അകത്ത് എത്ര 150 200 രൂപ എന്താ കൊടുത്ത് ബാക്കിൽ പോയി ഇരുന്നിട്ട് അവിടെ ഇരുന്നാണ് ഞാൻ കണ്ടത്. സത്യം പറയുവാണെങ്കിൽ എനിക്കത് കണ്ടിട്ടൊന്നും തോന്നിയില്ല. ഓക്കെ, കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ 2 ദിവസം പോയി കണ്ടു. പിറ്റേ ഒരു ദിവസം ഞാൻ മോർണിംഗ് വന്ന് കണ്ടു. അന്ന് ഞാൻ ഫോണൊന്നും എടുത്തില്ല, കാരണം അന്ന് ഞാൻ കുളിക്കുകയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂമിൽ ഞാൻ ഫോണും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ പിറ്റേന്ന് മോർണിംഗ് വന്നിട്ട് ഗംഗയിൽ കുളിക്കുകയൊക്കെ ഉണ്ടായി. അതുകൊണ്ട് ആ സമയത്ത് ഉണ്ടായിരുന്നു ഗംഗ ആർത്തി ഉണ്ടായിരുന്നു. പക്ഷെ ഫോണൊന്നും എടുക്കാത്തതുകൊണ്ടും ഒന്നും എടുത്തില്ല, ഒരു ഫോണും എടുത്തില്ല. അതുകൊണ്ട് എനിക്ക് വിഷ്വൽസ് ഒന്നും ആക്കാൻ പറ്റിയില്ല. ഇത് ഞാൻ നൈറ്റ് വന്ന് കണ്ടതാണ്. മോർണിംഗ് വന്ന സമയത്ത് താഴെയായിരുന്നു, എനിക്ക് നല്ലോണം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. പക്ഷെ കണ്ടപ്പോഴൊരു എന്താ പറയുക, ഓക്കെ. പക്ഷെ അത് ഭയങ്കര എനിക്ക് അത്രയും വലിയ ഇതൊന്നും ഉണ്ടാക്കിയില്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. സംഭവം സൂപ്പറായിരുന്നു. പക്ഷെ എനിക്ക് നമ്മുടെ ഫീലിങ്സ് ഇല്ലേ, അതൊന്നും ഭയങ്കര രീതിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ ആ നൈറ്റ് കുറേ നേരം ഫുള്ളും കണ്ടുകൊണ്ടിരുന്നു ഞാൻ ആ ദിവസം കണ്ടുകൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ശബ്ദം അതൊക്കെ അത്യാവശ്യം നമുക്കൊരു വൈബടിക്കുകയുണ്ടായി. വൈബാണ് ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിൻ്റെ ഒരു ആരുമില്ല. കാരണം ഞാൻ ഈ യാത്ര ഒറ്റയ്ക്കാണ് പോയത്. അതായത് ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരോട്ട് കൂട്ടുകൂടാതെ ഒറ്റയ്ക്ക് ഒരു സിംഗിൾ യാത്രയായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് എടുത്തൊരു തീരുമാനമായിരുന്നു. പോയി അങ്ങനെ ആ നേരെ അവിടെ നിന്ന് തിരിച്ചിട്ട്, സോ നൈറ്റാണ് അവിടെ കാണേണ്ടതെന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ നേരെ അവിടെയെല്ലാം ഇങ്ങനെ കറങ്ങി നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അങ്ങ് അക്ഷയടുത്ത് വിളിച്ച് വെച്ചിട്ട് മറ്റേ കത്തിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അതിൻ്റെ പേരാണ് മറക്കുന്നത്. ഞാൻ പോയിട്ട് പോകുന്നതെന്ന് ചേച്ചി ഇപ്പോഴാണ് വീഡിയോ ഇടുന്നത്. അങ്ങനെ ഈ പൂജ ചെയ്യുന്ന ആൾക്കാർ സത്യം പറഞ്ഞാൽ എല്ലായിടത്തും പൈസ എന്ന് പറയുന്നതാണ് മണി. അവിടെയും പൈസയിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാവരും. പിന്നെ ഞാൻ നടന്ന് പൈസയും ഒന്നും അല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു സ്ഥലത്തോട്ടായിരുന്നു നടന്നിരുന്നത്. അവിടെ പോയ സമയത്ത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഒരുപാട് പേര്. അത് കണക്കനെ വിറവ് കൊള്ളികളൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കി മനുഷ്യൻ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ വന്നിരിക്കുന്നത്. അത് കാണുന്നത് വരെ നമുക്കൊന്നും തോന്നത്തില്ലല്ലോ, കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പലതും തോന്നി. അതായത് എന്താ പറയുക, എല്ലാവരും ഇങ്ങനെ നമ്മൾ മനുഷ്യനും മൃഗവും എല്ലാം ഒരൊറ്റ ഇതിൽ, കാരണം ഇത് കണക്ക് ഒരുപാട് പേരെടുത്തിട്ടേക്കുന്നു. ഇതിനെയൊന്നും വർണ്ണിക്കാനോ പറയാനോ അല്ലെങ്കിൽ ഒന്നും പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പുറത്ത് കുറച്ച് വിഷ്വൽസ് ഉണ്ടായിരുന്നു, ഞാൻ ആഡ് ചെയ്തില്ല. ബാബ തണ്ടായി അവിടെ വന്നിട്ട് ഇത് കഴിച്ചു, പാഗ്. അപ്പോൾ ഇത് ഞാൻ ആദ്യം സ്ട്രോങ് അല്ല, ബേസിക്കാണ് കഴിച്ചത്. എനിക്കൊന്നും തോന്നിയില്ല. പിറ്റേ ദിവസം നല്ല ഉറക്കമായിരുന്നു. ഞാൻ അവിടെ നിന്ന് ദൂരെയൊന്നും പോയിട്ടില്ല. ഞാൻ ആദ്യം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത റൂം എടുത്തു, പിന്നെ ഞാൻ ഇപ്പുറത്തെ റൂം എടുത്തു അതിൻ്റെ അടുത്ത്. കാരണം എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ലല്ലോ. പിറ്റേന്ന് രാവിലെ ഞാൻ അവിടെ ഫുഡ് കഴിച്ചു. ഈ ഫുഡ് അത്യാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഫുഡിൽ അവർ ഒളിപ്പിച്ച് വെച്ചിരുന്ന സാധനം ഉണ്ടായിരുന്നു എൻ്റെ അടിയിൽ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതായി ജിലേബി, അത് നല്ലൊരു ഇതായിരുന്നു. പിറ്റേ ദിവസമൊക്കെ ആയ സമയത്ത് ഞാൻ പൂർണ്ണമായിട്ടും ഒരു സന്യാസി ആവണം എന്നുള്ള രീതിയിലായിരുന്നു പോയത്. പക്ഷെ അങ്ങനെയൊന്നും ആവാനൊന്നും പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. പിറ്റേന്നും രാവിലെ ഒരു നടത്തായിരുന്നു. രാത്രി കണ്ട കാര്യങ്ങൾ രാവിലെ കണ്ട എങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നടത്തത്. അങ്ങനെ നമ്മൾ വ്യത്യസ്തമായ അഘോരിമാരെ കണ്ടു. അത് കഴിഞ്ഞ് ക്ലീനിങ് കാര്യങ്ങൾ, അവിടെ കൂടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒന്നും വലിച്ചെടുത്തില്ല. അങ്ങനെ രാവിലെ കാണാനും രാത്രി കാണാനും വാരണാസി ഒരു വ്യത്യസ്തമായൊരു സ്ഥലം തന്നെയായിരുന്നു. രാത്രി കാണുന്ന വാരണാസി അല്ല രാവിലെ കാണുന്ന വാരണാസി. അങ്ങനെ ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും അതേ കണക്ക് തന്നെ എല്ലാം എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. രാവിലെ അങ്ങനെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല വാരണാസിയിൽ. അതായത് ഞാൻ പോയ സമയത്തൊന്നും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഈ അഘോരിമാരെ കാണാൻ ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു. അവർ കൈ നോക്കുന്നുണ്ട്, ഭാവി പറയുന്നുണ്ട്, എന്തെന്നറിയാതെ പുറത്ത് ഒരുപാട് കൊച്ചുങ്ങൾ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനും
ആ ഇങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നോക്കിയിരുന്നിട്ട് നല്ല ചൂടായ സമയത്ത് ഈ അഘോരിമാർ താമസിക്കുന്ന സ്ഥലത്തോട്ടൊക്കെ ഞാൻ കയറണമെന്ന് വിചാരിച്ചിട്ട് അകത്തോട്ട് ആരും പോകാത്ത വഴികളിലൂടെയൊക്കെ ഞാനിങ്ങനെ മുകളിലോട്ട് സഞ്ചരിച്ചു. കുറച്ച് ഉടുപ്പുകൾ കാര്യങ്ങൾ അത് കണക്ക് തന്നെ ഇവിടെയൊക്കെ എങ്ങനെ താമസിക്കും എന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ ചില പയ്യന്മാരെ കണ്ടു. ഞാനിങ്ങനെ പലയിടത്തും ഇങ്ങനെ കയറി കാരണം എല്ലാവരും ഒന്ന് പോകുന്നിടത്ത് എന്തിനാണ് പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പോയത്. എന്നിട്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്നു. സത്യം പറയുവാണെങ്കിൽ വാരണാസി ഫുള്ളും ഞാൻ നല്ല രീതിക്ക് എക്സ്പ്ലോർ ചെയ്തായിരുന്നു. പിന്നെ ഞാൻ അപ്പം തന്നെ റൂം മാറിയിട്ട് റൂമിനെ ഇത് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്നൊരു സെപ്റ്റോയിൽ ബൈക്ക് ബുക്ക് ചെയ്തിട്ട് ഞാൻ നേരെ ഇവിടെ പോയി. എയർപോർട്ടിലല്ലേ, റെയിൽവേ സ്റ്റേഷനിൽ പോയി. റെയിൽവേ സ്റ്റേഷനിൽ പോയത് നേരെ അയോധ്യയിൽ വെച്ച് പിടിക്കാനാണ്. ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു 4 മണിക്കൂർ എന്തോ ദൂരം ഉണ്ടായിരുന്നു, യാത്രാ ദൂരം. ഈ ബൈക്കുകാരൻ കൊണ്ടുപോയപ്പോൾ സത്യം പറഞ്ഞൊരു ചെറിയ വഴി, ആ വഴി കൂടിയാണ്. ഞാൻ പിന്നെ വിചാരിച്ചു ഇതൊക്കെ കേരളത്തിലായിരിക്കണമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ കൊല്ലം ജില്ലയിലായിരിക്കണമായിരുന്നു. കൊല്ലം ജില്ലയിലാവുകയാണെങ്കിൽ നല്ലൊരു കാര്യം അറിയാമായിരുന്നു. അത്രയ്ക്ക് ഇരുന്ന് അവൻ അഭ്യാസം കാണിച്ചിട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്തായാലും എനിക്ക് അവന്മാർ ഓട്ടിക്കുന്ന ഓട്ടത്തിൽ അത്യാവശ്യം വിശ്വാസം ഉണ്ടായിരുന്നു. കാര്യം അങ്ങനെ ഇടിക്കത്തൊന്നുമില്ല. ഞാൻ പിന്നെ വാരണാസി റെയിൽവേ സ്റ്റേഷൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ പോയി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ട്രെയിനിൽ കയറി ഞാൻ അവിടെ നിന്ന് എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഇതാണ്. ഹിന്ദി കണക്ട് ചെയ്ത് ഞാൻ തർജ്ജിമ ചെയ്തിട്ട് അവന് കാണിച്ചു കൊടുക്കും. പയ്യന്മാരായിരുന്നു, പക്ഷേ എനിക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ കാണുന്ന UP അല്ല സത്യം പറഞ്ഞാൽ. ആ UP ഇവിടെയുള്ള ഉണക്ക ബംഗാളികളും ഹിന്ദിക്കാരും കണക്കല്ല. അവിടെയുള്ള അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡ്, അത്യാവശ്യം ഒരു ഞാൻ എന്തൊക്കെയോ വിചാരിച്ച് ഇത് കയറുമ്പോഴത്തേക്ക് തട്ടിപ്പറിച്ചുകൊണ്ട് പോവോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ ട്രെയിനിൽ കയറുമ്പം. സോ അങ്ങനെ ഒരു UP യാത്ര എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു രീതിക്കുള്ള നെഗറ്റീവോ ഒന്നും ഉണ്ടാക്കിയില്ല. പിന്നെ അയോധ്യയിൽ എത്തിയപ്പോൾ തന്നെ ശ്രീരാമൻ അല്ലെങ്കിൽ ആ ഒരു ഹനുമാൻ്റെ ഇത് കാണിക്കുന്ന കണക്ക് ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെ എന്തെങ്കിലും ഒരു പുതുമയുള്ള ഒരു എയർപോർട്ടിൻ്റെ ഫീൽ ചെയ്യുന്ന ഒരു ഭയങ്കര ക്ലീനിങ് കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ ഇത് UP തന്നെയാണോ എന്നെനിക്ക് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. കാര്യം എല്ലാ സ്ഥലമല്ല, ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങൾ കാര്യം അത്രയ്ക്ക് നല്ല ക്ലീനിങ് ആയിക്കോട്ടെ എല്ലാം. എന്നിട്ട് ഞാൻ രാത്രി നേരെ അയോധ്യ എത്തിയിട്ട് രാത്രിയായിരുന്നു എനിക്ക് സഞ്ചാരം. രാത്രി അങ്ങനെ നടന്ന് ജസ്റ്റ് പാനിപ്പൂരി, അവിടുത്തെ സ്പെഷ്യൽ പാനിപ്പൂരി എല്ലാം കഴിച്ചു. സ്പെഷ്യൽ പാനിപ്പൂരിയിൽ എനിക്ക് സ്പെഷ്യലായിട്ടൊന്നും തോന്നിയില്ല. സാധാരണ കേരളത്തിൽ അതിലും നല്ല രീതിയാണെന്ന് തോന്നി. എന്തൊക്കെയാണ് വെള്ളവും ഇതൊക്കെ തന്നു. ഇത് കഴിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കർത്താവേ എനിക്ക് ഫുഡ് പോയിസണായി ഉറപ്പിച്ച് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പിന്നെ മതി എന്ന് തോന്നിപ്പോയി. അവൻ്റെ അടുത്ത് മതി എന്ന് ഞാൻ പറഞ്ഞിട്ടെങ്കിൽ അവൻ എനിക്ക് വീണ്ടും ഒഴിച്ച് തന്നു. എന്നാലും കുഴപ്പമില്ല. അപ്പം ഞാൻ ബൈക്കിൽ കണ്ട ഏതോ ഒരുത്തൻ്റെ അടുത്ത് എന്തൊക്കെയാണ് പറഞ്ഞു റൂമെന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ അടുത്ത റൂമിലോട്ട് കൊണ്ടുപോയി. റൂം അവ 1000 പറഞ്ഞു, ഞാൻ 600 ഡീൽ ചെയ്തു. അവസാനം ആ റൂം അത്യാവശ്യം വലിയ റൂമായിരുന്നു. ആ റൂമിൽ കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ആ റൂമിൽ നിന്ന് ഞാനിങ്ങനെ ഇതൊക്കെ ഈ വഴികളൊക്കെ ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് തിരിച്ചു വരുമ്പോൾ മറക്കാതിരിക്കാനായിട്ടാണ്. കാരണം വൺ ടൈം വരുമല്ലേ, അവസാനം ഈ ചെറിയ വഴികൾ ഞാനങ്ങ് മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കണ്ടുപിടിക്കും എന്നാലോചിച്ചിട്ടാണ് ഞാനിങ്ങനെ വീഡിയോസ് ചെറുതായിട്ടൊക്കെ എടുക്കുന്നത്. കാരണം ഇതൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ലാൻഡ്മാർക്കിന് വേണ്ടി എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ അവിടെ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, മസാല ദോശ കഴിച്ചു. വേറെ ദോശയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടുത്തെ മസാല ദോശ സ്പെഷ്യൽ മസാല ദോശയെന്ന് വിചാരിച്ച് അവിടെ പോയി കഴിച്ചു. നേരെ ഞാൻ അയോധ്യയിലോട്ട് വെച്ച് പിടിച്ചു. അയോധ്യയിൽ ഇത് കണക്ക് ടെമ്പിള് അത്യാവശ്യം നല്ല അതും ഒരു കണ്ടറിയേണ്ട ഒരു സാധനമാണ്. ഇതൊന്നും വർണ്ണിക്കാനോ ഒന്നും എന്നെക്കൊണ്ട് പറ്റില്ല. അവിടെ പോയിട്ട് എനിക്കൊരു കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. എൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ സത്യം പറയുവാണെങ്കിൽ ഞാൻ അവിടെ പോയത്. അപ്പോൾ ഫോണൊക്കെ എനിക്ക് കയറ്റി വെച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് ഞാൻ പോയത് കേട്ടോ. പിന്നെ ഈ ഫുഡ് കഴിച്ചു. ഈ ഫുഡ് സത്യം പറഞ്ഞാൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വേണ്ടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഇപ്പം കണ്ട ആ ടേസ്റ്റിയൊക്കെ മാത്രമേ ഉള്ളൂ. ഞാൻ അതേ കണക്കെടുത്തിട്ട് അവിടെ കളഞ്ഞിട്ടുണ്ട്. കാര്യം ഒന്നും തോന്നിയില്ല. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇതേ കണക്ക് രാത്രി സത്യം പറഞ്ഞാൽ നല്ലോണം നടന്ന് കിലോമീറ്ററോളം നടന്ന് അങ്ങനെ പിറ്റേ ദിവസം ഞാൻ റൂം ഇത് ചെയ്തിട്ട് ഞാൻ തിരിച്ച് വന്നു. ഈ ഷൂ ഞാൻ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവർ അത്രയ്ക്ക് എഡ്യൂക്കേറ്റഡ്, അത്രയ്ക്ക് വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ആ UP കാർ. ഞാൻ തിരിച്ച് വന്ന സമയത്ത് ഇവരൊക്കെ പരിചയപ്പെട്ടു, ഇവരൊക്കെ നമ്പർ സേവ്ഡാണ്, ഇവരൊക്കെ അത്യാവശ്യം കോണ്ടാക്റ്റിലുണ്ട്. ഇവർക്കൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാം കാണിച്ചു കൊടുത്തു, എന്നെ പരിചയപ്പെടുത്തി. രണ്ടാമത്തെ ദിവസം നേരെ വന്നിട്ട് ഞാൻ ബാബ തണ്ടായി കയറിയിട്ട് ഞാൻ
കുറച്ച് സ്ട്രോങ് എന്ന് പറഞ്ഞ സമയത്ത് അയാൾ എനിക്ക് ഇട്ട് തന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ ഇട്ട് തന്നു. ഇത് ഇപ്പം നിങ്ങൾ കാണുന്നത് കൂടാതെ ഞാൻ ഒരു പ്രാവശ്യം കൂടി പോയി കഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് 2 വീഡിയോ അല്ല, ഒരു വീഡിയോ ആണ്. ഇത് കൂടാതെ 1 മണിക്കൂർ, കാരണം ഫസ്റ്റ് ടൈം കഴിച്ചപ്പോൾ എനിക്കും തോന്നിയില്ല. അപ്പോൾ ഈ 1 മണിക്കൂർ ഡിസ്റ്റൻസിലാണ് എന്തെങ്കിലും എഫക്റ്റ് ആവാത്ത. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത് കുടിച്ചിട്ട് ഇപ്പോൾ കാണുന്ന ഈ വീഡിയോ കുടിച്ചിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വന്ന് ഇതേ സ്ട്രോങ് കുടിച്ചു. അന്ന് രാത്രി ഉണ്ടായ അനുഭവം, അന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് എൻ്റെ ജീവിതത്തിൽ 27 വർഷത്തിൽ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ഇതേ കണക്കൊരു ബർത്ത്ഡേ ഞാൻ ഇത് ചെയ്തിട്ടേ ഇല്ല. ലോകവും പരലോകവും എല്ലാ ലോകവും കണ്ട ഒരു ബർത്ത്ഡേ ആയിരുന്നു. അതും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് ഞാൻ വന്നതിൻ്റെ ഉദ്ദേശശുദ്ധി ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. ജീവിതത്തിൽ ആദ്യത്തെയും അവസാനത്തെയും, കാരണം ഇനി എനിക്ക് വേണ്ട കേട്ടോ. കുറച്ച് വീഡിയോസ് ഉണ്ട്, ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല. ഇത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം രാവിലെ വന്നിട്ട്, രാവിലെ അല്ല 1.5 ദിവസം ഒന്ന് ഉറക്കമായിരുന്നു. വന്നിട്ട് ഞാൻ ഇഡലി കഴിച്ചു. രാവിലെ കുറച്ച് അവിടെയൊക്കെ പോയി. എന്നിട്ട് ഞാൻ നിന്നില്ല, എനിക്ക് ബോധം അപ്പോഴും ശരിയായിരുന്നില്ല. അപ്പം തന്നെ ഞാൻ പെട്ടെന്ന് വെച്ച് ഒരു ബൈക്ക് ഇത് ചെയ്തിട്ട്, അവിടുത്തെ റോഡൊക്കെ വേറെ ലെവൽ റോഡ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ മോദി സർക്കാരിൻ്റെ കൂടെ എല്ലാവർക്കും വെറുപ്പായതുകൊണ്ടാണ് യു പി ഇങ്ങനെ കുറ്റം പറയുന്നത്. യു പിയിലെ ഉള്ളേരിയകൾ എന്തെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇവിടെയൊക്കെ ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ ഉള്ളേരിയകൾ നോക്കുവാണെങ്കിൽ എങ്ങനെയാണ്. പിന്നെ ബൈക്ക് കൊണ്ടുവന്നവന് ഞാൻ ചായയും മേടിച്ചു കൊടുത്തു. ഇത് കണക്ക് ചായയുടെ കപ്പെല്ലാം എടുത്ത് കളയാം. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ എന്തൊക്കെ ബിസിനസ്സിൻ്റെ ആശയങ്ങൾ പറഞ്ഞേനെ. എന്നിട്ട് ഞാൻ എയർപോർട്ടിൽ വന്നിട്ട് ഈ സാധനവും എന്തൊക്കെ അയച്ച് 650 രൂപയും പോയി. സത്യം പറഞ്ഞാൽ പേര് മാറിയ സമയത്ത് ഈ ATM പേര് പഴയ പേര് കിടക്കുന്നത്, അതല്ലായിരുന്നെങ്കിൽ ആ ലോഞ്ചിൽ വന്നിട്ട് ഫ്രീ ആയിട്ടിരിക്കാമായിരുന്നു. എന്നിട്ട് അവിടെ നേരെ ബാംഗ്ലൂരിൽ നിന്ന് നേരെ കൊച്ചി, ഇതായിരുന്നു പ്ലാനിങ്. അവിടെയും സത്യം പറഞ്ഞാൽ എനിക്ക് ടിക്കറ്റ് ഞാൻ റീത് ചെയ്തതാണ്. പിന്നെ ചെസ്സ് കളിച്ചു. സത്യം പറഞ്ഞാൽ ചെസ്സ് ഞാൻ കുറേ നാൾ കളിക്കാതെ ഇരുന്നൊരു ഗെയിമാണ്. അത് കളിച്ച് അത്യാവശ്യം ടോട്ടലി തിരിച്ചു വരുന്ന സമയത്ത് മൈൻഡൊക്കെ ടോട്ടലി എൻ്റർലി ഡിഫറെൻ്റായി. ഇപ്പോഴത്തെ സിറ്റുവേഷന് വീണ്ടും പഴയ കണക്കാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഫ്ലൈറ്റിൽ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. കാലൊക്കെ വെച്ച് ഞാൻ അവിടെ കിടന്നു വരുമായിരുന്നു. പിന്നെ വീഡിയോ എടുക്കണോ, എടുത്തു. പിന്നെ ഞാനവിടെ രണ്ടാമത്തെ ഫ്ലൈറ്റ്, ഇപ്പോൾ ബാംഗ്ലൂർ വന്നിട്ട് അവിടെ നിന്നും ഫ്ലൈറ്റ് കയറി. അതും എനിക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടി. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ വരും, ഇത് വല്ലതും ഇതായി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിലേക്ക് കൂടി ചാടാമെന്ന്. കാരണം അത് എമർജൻസി ഇതായിരുന്നു. അങ്ങനെയൊക്കെ വിചാരിച്ച് ഒന്നും ഇതായിട്ടില്ല. പിന്നെ യാത്രയെക്കുറിച്ചൊക്കെ, പിന്നെ യാത്ര വേഗം സ്വപ്നങ്ങളൊക്കെ അങ്ങ് പോയി കേട്ടോ. പക്ഷേ ആ യാത്രയിലുള്ള അനുഭവങ്ങൾ ഇതാ ഇപ്പോഴും മനസ്സിലെത്തുന്നുണ്ട്. ഇനി പോകാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ആ യാത്രയിൽ പോകാൻ എനിക്ക് ഇപ്പോൾ തൽക്കാലം ആഗ്രഹമില്ല. ഇനി എനിക്ക് ബദ്രിനാഥിൽ പോകാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബദ്രിനാഥ് സത്യം പറഞ്ഞാൽ അവിടെ വെച്ച് ഞാൻ പ്ലാൻ ചെയ്തതാണ്. അങ്ങനെയെങ്കിൽ ബദ്രിനാഥ് വെച്ച് പിടിക്കാമെന്ന് പ്ലാൻ ചെയ്തത്. പക്ഷേ ഡൽഹി പോയിട്ട് വേണം പോകാൻ. അതും പെട്ടെന്ന് ഫ്ലൈറ്റില്ല. അതും 17 മണിക്കൂർ 19 മണിക്കൂർ എന്തോ ഉണ്ട്. ഞാൻ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് അങ്ങനെ പോകാമെന്ന് പ്ലാൻ ചെയ്ത ഒരാളാണ്. പക്ഷെ ഒന്നും നടന്നില്ല. നടക്കാഞ്ഞതല്ല, പിന്നെ തിരിച്ച് നാട്ടിൽ വരണം. ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു. അതെല്ലാം കൂടി കൊണ്ട് തിരിച്ച് നാട്ടിൽ വരണമെന്ന് തന്നെ അങ്ങ് മനസ്സുകൊണ്ട് വിചാരിച്ചു. ഞാൻ 5 ദിവസം, അതായത് ഈ ഫ്ലൈറ്റ് യാത്രയൊക്കെ വെറും ലെയർ നോക്കുവാണെങ്കിൽ ഒരു 2-3 മണിക്കൂറൊക്കെ ഉള്ളായിരുന്നു. ഒരു ഹാഫ് ഡേ കൊണ്ട് ഫ്ലൈറ്റ് യാത്രയൊന്നും കുഴപ്പമില്ല. തിരിച്ച് ഞാൻ നെടുമ്പാശ്ശേരി വന്ന് അവിടെ നിന്നൊരു ടാക്സി എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അവിടെ വന്നപ്പോഴാണ് ഞാൻ ബംഗാളികളെ തിരക്ക് വീഡിയോയും കണ്ടത്. ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കേരളമാണ് സത്യം പറഞ്ഞാൽ പക്കാ ബംഗാളികൾ ഉള്ള സ്ഥലം. അതായത് ഹിന്ദിക്കാരന്മാരിത് ഇവിടെ നിന്നുള്ള അങ്ങോട്ടുള്ള ട്രെയിനിലാണ് പ്രശ്നം, വേറെ പ്രശ്നമില്ല. നല്ല യാത്രയായിരുന്നു. ബൈ, സീ യു.